ജയിക്കുകയാണ് എങ്കിൽ ആദ്യമായിട്ട് തെഹലിച്ച, അവരുടെ ഭാഷ അങ്ങനെയാണ്, തെഹലിച്ച, നിങ്ങൾ സ്കൂളുകളിലേക്ക് ലഹരി വിതരണം ചെയ്യുന്നത് തടയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ജെൻസി മീറ്റ് നടന്നിരുന്നു നമ്മുടെ കടിയങ്ങാടി ഷട്ടിൽ കോർട്ടിൽ ഇന്നലെ. അപ്പോൾ അവിടെ വെച്ചൊരു വിദ്യാർത്ഥി കൂടി ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് നമുക്ക് ഇതിനെ തടയാൻ സാധിക്കുക എന്നുള്ളത്. ബഹുമാനീയനായിട്ടുള്ള സമദാനി സാഹിബ് സൂചിപ്പിച്ച പോലെ ലഹരി എന്ന് പറയുമ്പോൾ അത് ഒരു ഉന്മാദം തരുന്നു എന്നുള്ളതിനപ്പുറത്തേക്കുള്ള വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നം അത് കാരണമുണ്ട്. ഭക്ഷണമായി, മനുഷ്യനെ നിയന്ത്രിക്കുന്ന വസ്തുവായി, മനുഷ്യൻ്റെ സമയം കവരുന്ന കാര്യമായി, അവനെ ഇല്ലാതാക്കുന്ന ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ലഹരി എന്നുള്ളത്. താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന് പറയുന്ന പൊന്നുമോൻ മരണപ്പെട്ടതിന് പിന്നിൽ ലഹരിയുടെ ഉപയോഗം അവൻ്റെ സുഹൃത്തുക്കളുടെ വലയങ്ങളിലുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണ്. യഥാർത്ഥത്തിൽ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് എക്സൈസ് മിനിസ്റ്റർ ആയതിനു ശേഷം കേരളത്തിലുള്ള ഗ്രാഫ് നോക്കിയാലാണ് നമുക്ക് ഡ്രഗ്സിൻ്റെ കൂടുതലായിട്ടുള്ള സാന്നിധ്യം കേരളത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അതിന് ഇടപെടൽ നടത്തേണ്ടത് ഒന്ന് രാഷ്ട്രീയപരമായിട്ടാണ്, രണ്ടാമത്തത് സാംസ്കാരികപരമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഒരു മകൾക്ക് അമ്മയെ ഇല്ലാതാക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു മകനെ അമ്മയെയോ അച്ഛനെയോ ഇല്ലാതാക്കാൻ കഴിയുക? അതവന് സ്വന്തമായിട്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അവൻ്റെ നിയന്ത്രണം മറ്റൊരു രൂപത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നാട്ടിൽ ലഹരി അത്തരത്തിൽ നമ്മളൊക്കെ ആരൊക്കെയോ ആവേണ്ടത് ആ ഒരു റോള്, ആ ഒരു ഉത്തരവാദിത്തം ലഹരി എന്ന് പറയുന്ന വസ്തുക്കൾ ഏറ്റെടുത്തുകൊണ്ട് നിർവഹിക്കുകയാണ്. അപ്പം എൻ്റെയും നിങ്ങളുടെയും സാന്നിധ്യം കുടുംബങ്ങളിൽ, വീടുകളിലൊക്കെ ഇത്തരത്തിൽ ലഹരിക്കെതിരെയായിട്ടുണ്ടാവണം. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു കൊലപാതകം നടന്നു. അത് എത്രമാത്രം നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ പര്യടനത്തിലൂടെ പോകുമ്പോഴാണ് ആ വാർത്ത ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അറിയുന്നത്. ഒരു വീട്ടിൽ 3 മക്കൾ മരിച്ചു കിടക്കുന്നു, ഒരമ്മയും അമ്മൂമ്മയും മരിച്ചു കിടക്കുന്നു. അമ്മ അമ്മൂമ്മയും മക്കളെ, നല്ല മൂത്ത മകനെ ഒരു ഷെർവാണി അണിയിച്ചുകൊണ്ട് വളരെ സുന്ദരമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടാണ് കിടത്തിയിട്ടുള്ളത്. മറ്റു 2 മക്കളും പുത്തൻ ഉടുപ്പിട്ടുകൊണ്ടാണ് കിടക്കുന്നത്. അമ്മയും അമ്മൂമ്മയും ഭക്ഷണം കൊടുത്ത് അവരെ വളരെ സന്തോഷപൂർവ്വം കിടത്തി ഉറക്കി. മൂത്ത മകനിൽ ഉണ്ടായിട്ടുള്ള പ്രയാസം, അവൻ്റെ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസത്തിനെ അതിജീവിക്കാൻ ആ കുടുംബത്തിന് സാധിക്കാത്തത് കൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. എത്രമാത്രം പ്രയാസത്തിലൂടെ ആയിരിക്കും ആ അമ്മ, ആ അമ്മൂമ്മ, ആ മക്കൾ കടന്നു പോയിട്ടുണ്ടാവുക. നമ്മൾ അറിയാത്ത ആളുകളാണ് ഈ ഓരോ ആളുകളും. കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ മാത്രമേ മനുഷ്യരുടെ വേദനകൾ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സാംസ്കാരികമായിട്ടുള്ള സദസ്സ് എന്ന് പറയുമ്പോൾ നൈസർഗികമായിട്ട് ആളുകളുമായി സംസാരിക്കുക, ഇടപെടുക, അവരുടെ വേദനകൾ തിരിച്ചറിയാൻ പറ്റുക. ബാക്കിയുള്ള ബഹളങ്ങളോ അതിലപ്പുറമുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗങ്ങളോ ഒന്നുമല്ല ആവശ്യം. സാംസ്കാരികമായിട്ട് ഈ മാർക്കറ്റിലൂടെ ആളുകളെ അറിഞ്ഞ്, തൊഴിലാളികളെ അറിഞ്ഞ്, കുഞ്ഞുങ്ങളെ അറിഞ്ഞ്, വിദ്യാർത്ഥികളെ അറിഞ്ഞ് അവരോടൊപ്പം കൈപിടിച്ച് നടക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. പേരാമ്പ്രയിൽ വന്നതിന് ശേഷം ഞാൻ ഈ നാട്ടിലുള്ള അച്ഛന്മാരുടെയും അമ്മമാരുടെയും വിരലിൽ തൂങ്ങിയിട്ടാണ് നടക്കുന്നത്. എന്നെ താഴെ ഇറങ്ങാൻ ഇവിടെയുള്ള ഒരാളും സമ്മതിച്ചിട്ടില്ല. ആ സ്നേഹം എനിക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഊർജം. ഇങ്ങനെ ഈ മരവും ഇതിനടിയിലിരിക്കുന്ന ഈ ആളുകളും എല്ലാ കാലത്തും ഈ നാട്ടിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അവസാനിപ്പിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ഒരു മകളായിട്ടോ സഹോദരിയായിട്ടോ എന്നെ ഏറ്റെടുക്കാം. നിങ്ങളുടെ സുഖങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ എന്നോട് ഒരു മകൾ എന്നുള്ള രൂപത്തിൽ, ഉപദേശം എന്നുള്ള രൂപത്തിലൊക്കെ പറയാനുള്ള 100% വാതിലുകൾ ഞാൻ തുറന്നിടുകയാണ്, ജനലുകൾ തുറന്നിടുകയാണ്. നിങ്ങൾക്ക് എപ്പോഴും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്.